സുറുമക്കണ്ണിണയ ഹായ് മൈലാഞ്ചി കൈവിരല മഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ. നമസ്കാരം. മിനാരങ്ങളെ തഴുകിയെത്തുന്ന മാപ്പിളപ്പാട്ടിന്റെ ഇശലുകളുമായി നറുമണം തുളുമ്പുന്ന നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന മാപ്പിളപ്പാട്ടുകളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് പട്ടുറുമാൽ ഇശൽ മർഹബയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാരമ്പര്യത്തിന്റെ സംഗീത യാത്രയായ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് പട്ടുറുമാൽ ഇശൽ മർഹബയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാമായ ശ്രീ അബൂട്ടി മാഷ്, അമ്പിളി ചേച്ചി, ഫിറോസ് ബാബുക്ക, ഈ 22 മത്സരാർത്ഥികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും മാപ്പിളപ്പാട്ടിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകി വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്പെഷ്യൽ ജൂറി അംഗം ഹംസക്ക, 4 ജഡ്ജസിനെ കൂടാതെ 22 മത്സരാർത്ഥികളെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനെത്തുന്ന ഏതൊരു പാട്ടിനും ജീവൻ നൽകുന്ന പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീം അംഗങ്ങളെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് പട്ടുറുമാൽ ഇശൽ മർഹബയിൽ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന സ്പെഷ്യൽ സെഗ്മെന്റിനുള്ള സമയമാണ്. ചരിത്രമുറങ്ങുന്ന മാപ്പിളപ്പാട്ടിന്റെ കഥകളിലേക്ക് നമുക്ക് കാതോർക്കാം. മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ രചയിതാവ് PT അബ്ദുറഹ്മാൻ മാസ്റ്ററുടെയും സംഗീതത്തിന്റെ എല്ലാ തലങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചാന്തുഭാഷ സാഹിബിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന ഒരു കല്യാണപ്പാട്ടാണ് ഞാനിന്നിവിടെ പാടുന്നത്. ഇത് ആലപിച്ചിരിക്കുന്നത് മാപ്പിളപ്പാട്ടിന്റെ പൂങ്കുയിലായ വിളയിൽ ഫസീലത്തെയാണ്.
നാട്ടിലെ പാട്ട് ട്രഡീഷണൽ ഗാനങ്ങളുമായിട്ടുള്ള സംഗീത യാത്ര ഞങ്ങൾ തുടരുകയാണ്. ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ അനീഷ്. ഹായ്, അസ്സലാമു അലൈക്കും. എന്റെ പേര് അനീഷ്. ഞാൻ തിരൂരിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്റെ കൂടെ ഉണ്ടായിരിക്കണം. അനീഷ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ഇന്ന് പൂർണ്ണമായും പറയാൻ പറ്റുന്നില്ല അല്ലേ? മനസ്സിൽ ചെറുതല്ലാത്ത വലിയൊരു വിഷമമുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് അനീഷിന്റെ ഹൃദയത്തിലുള്ള ആ വലിയ വിഷമം എന്താണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം അനീഷിന്റെ ജീവിതത്തിലെ ഒരു ട്വിസ്റ്റ് നടന്ന ദിവസമാണ്. ഒരു മാരേജ് നടന്നിരിക്കുകയാണ് പുള്ളിക്കാരന്റെ. പക്ഷെ ആ പ്രിയതമയെ വീട്ടിലിരുത്തിക്കൊണ്ടാണ് ബ്യൂട്ടി മാർഗോൾ പട്ടുറുമാൽ ഇശൽ മർഹബയുടെ ഭാഗമാകാൻ എത്തിയത്. ഒരു നല്ലൊരു ആശംസകൾ അർപ്പിക്കുകയാണ്. ഹാപ്പി മാരേജ്. ഓക്കെ, നമ്മുടെ പട്ടുറുമാലിന്റെ ഷെഡ്യൂൾ അനീഷിന്റെ മാരേജ് നിശ്ചയിച്ച ദിവസമാണെങ്കിൽ ആ ദിവസം മാറ്റിമറിച്ചുകൊണ്ട് വേറൊരു മുഹൂർത്തം എഴുതിപ്പിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വന്ന ഒരു മത്സരാർത്ഥിയാണ് അല്ലെ? എന്തായാലും അതിനൊരു അവസരം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം മാരേജ് ആയിരുന്നു അല്ലെ? ഇനി സന്തോഷിക്കുക കുറച്ച്. ഇവിടെ നിന്ന് മാർക്കുമായി വന്നില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രിയതമയുടെ മുഖഭാവം മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം പാട്ടിലേക്ക് തന്നെ കിടക്കാം അല്ലെ? ഇപ്പൊ സന്തോഷമായില്ല അനീഷിന്? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ല പോലെ പാടുക. ഒരു ഗിഫ്റ്റ് ആവട്ടെ, മാരേജിന് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം തന്നെ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഹക്കാന കോന്നമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവാ ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ പാരാൽ പോരുത്ത പിറകേ ഹക്കാന കോന്നമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവാ ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ പാരാൽ പോരുത്ത പിറകേ തക്കോവർ ഹാമിദരും മിക്കോ സ്വഹാബികളും ഒക്കായിരിക്കും പൊഴുതിൽ ജാസൂസോരുത്രവരെ യാസീൻ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളാ പക്കാതെ സാവർബയി റുക്കാകെ ഏറിയ ചരക്കാടെ പൊന്നു സുമയ്യാ വാരുന്ന വാദി ബദർ ചേരുന്ന വർഗതികം പൂരിന്നൊരുങ്ങി ഹറജ നിക്കാതെ ഷാം ഹർ എക്കേശുവാനു സമൂതാക്കറുക താമുരുമി ഇബ്രാര വർക്കടവേ കഫിയായ മുപ്പനബു സുഫിയാന ദണ്ട് മുറയാ തരിത്ത് നബി അരികോരിൽ ഉറ്റുടനെ തരമാൽ പുറപ്പെടുകലാ കുറ്റക്കാവാക്കുകളും പറ്റിപ്പാറിപ്പതിനും മുറ്റിത്തിരക്കി നടയാ അരിമാൻ നബി സ്വഹാബും വരുന്നുണ്ടറിന്തവർകൾ അരികണ്ട വേട്ടപടി പോ ആയി പാശന്തടവേ പോയി കടந்த ബദർ മായാ പുലങ്ക ക്ഷണമാ പരമക്കഥാ വിവരം തരിവിത്ത് ത്വാഹനബി തിരികെ സ്വഹാബ് രജയാ ദ്വൈവാദലത്തണവിൽ ഹൈറാലിരിക്കുന്നനി മൊയ്രാവി ജപ്പി വിടലാ
നരി പോലെ ദുരുവ ഉരുമാലൂതിത്തപടി പെരിക ഭയത്ത് ഹർവാ നാമക്ക വാക്കുകളും കേമിത്തെ നോഹുകളും ഷാമുക്ക് ചേന്തു ഷറഫാ ഷറഫന്നകർക്കവരെ അറുതും കിഴിത്ത് വിടം സർവം കഴിത്ത് സഭയിൽ സച്ചായ താജുകളിൽ കച്ചോടം ആടി മിക വെച്ചായ ലാഭമുളവാ അക്കാന കോന്നമരാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവാ ആരേതും വെത്തിടുക ഈരാറുമൊത്ത ഷഹർ പാരാൻ പോരുത്ത പിറകെ അക്കാന കോന്നമരാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവാ ആരേതും വെത്തിടുക ഈരാറുമൊത്ത ഷഹർ പാരാൻ പോരുത്ത പിറകെ അക്കാന കോന്നമരാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവാ ആരേതും വെത്തിടുക ഈരാറുമൊത്ത ഷഹർ പാരാൻ പോരുത്ത പിറകെ അനീഷ്, കല്യാണത്തിന്റെ തിരക്കുകൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാലും നമ്മളെപ്പോഴും പറയും വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ, അല്ലേ? എങ്ങാനും ഒരു വിശ്രമവേള കിട്ടിയപ്പോഴാണോ ഈ പാട്ട് പഠിച്ചത്? അതിനിടയിൽ തന്നെ പഠിച്ചു, അല്ലെ? അപ്പൊ പട്ടുറുമാലിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് മംഗല്യ പന്തലിലേക്ക് എത്തിയത്. എന്തായാലും ആദ്യം നമുക്ക് ഫിറോസിക്ക എന്താണ് പറയാനുള്ളത്? അനീഷിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് അല്ലെ, നമ്മുടെ ഒരു ഭാഗമാകുകയാണ് അനീഷ്. അപ്പൊ ഒരു വലിയ മുഹൂർത്തമാണ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ, അതും ചരിത്രമാകാൻ പോകുന്ന പട്ടുറുമാൽ ഇശൽ മർഹബയിൽ പാടുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇന്ന് പാടുന്നത് പ്രേക്ഷകർ ഇന്ന് കാണുകയാണെങ്കിലും ഒരാശംസ അവിടെ ആവശ്യമാണ്. അനീഷിനും വധുവിന്റെ പേരെന്താ? ജംഷീന അല്ലേ? ഒരാശംസ പാടാം ഞങ്ങൾ. സ്വയംവര ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിന്റെ ആശംസകൾ. സ്വയംവര ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിന്റെ ആശംസകൾ. പ്രിയാനീഷ് നിനക്കിന്ന്, പ്രിയാനീഷ് നിനക്കിന്ന് നേരുന്നു ഞാൻ സ്വയംവര ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിന്റെ ആശംസകൾ. ജംഷീന നിനക്കിന്ന്, ജംഷീന നിനക്കിന്ന് നേരുന്നു ഞാൻ സ്വയംവര ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിന്റെ ആശംസകൾ. വളരെ സന്തോഷത്തോടെ അനീഷ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നന്നായി പാടിയത്, മനോഹരമായിട്ട് പാടി. ദാസേട്ടന്റെ പാട്ടാണ്, അത് ഉൾക്കൊണ്ട് പാടി. ഒരു ടച്ച് എവിടെയോ അനീഷ് പാടിയപ്പോൾ എനിക്ക് വ്യക്തമായി, അത് എവിടെയാന്ന് ഞാൻ ഓർക്കുന്നില്ല, വ്യക്തമായി ദാസേട്ടന്റെ പാട്ട് പക്കായി കേട്ട് പഠിച്ചു എന്ന്, അല്ലേ? ഡിക്റ്റോ ആയിട്ട് കേട്ട് പഠിച്ചു എന്നുള്ളത്, അല്ലേ? നമ്മൾ മാതൃകയാക്കുന്ന പാട്ടുകാരൻ, അല്ലേ? ആരും ലോകത്തിന് തന്നെ മലയാള പാട്ടുകൾക്ക് മാതൃകയാണ് ദാസേട്ടൻ. അപ്പോൾ അത് എടുത്തു പഠിച്ചു എന്നുള്ളത് എനിക്ക് ഒരു പ്ലാൻ പാടിയപ്പോൾ, ഈ തിരക്കിനിടയിലൊക്കെ കല്യാണത്തിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് എന്തെല്ലാം ഓട്ടം പാച്ചിലുകളുണ്ട്, അല്ലേ? ഒരുപാട് ജോലികളാണ് നമുക്ക്. അപ്പോൾ പിന്നെ നന്നായി പാടി കേട്ടോ. പിന്നെ നല്ല ശബ്ദം അങ്ങനെ സൂക്ഷിക്കുക കേട്ടോ. നല്ല ശബ്ദത്തിന്റെ ഉടമയാണ്. നല്ല പാട്ടുകൾ, നല്ല മെലഡികളൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് പാടാൻ പറ്റിയ ശബ്ദമാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ജഡ്ജിംഗ് പാനലിൽ ഒരു സ്ത്രീ രത്നം, ഒരു വനിതാ രത്നം ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അടുത്തത് അമ്പിളി ചേച്ചിയോട് തന്നെ ചോദിക്കാം. നമ്മുടെ അനീഷിന് എന്ത് പറയുന്നു? ആദ്യത്തെ പാട്ടാണ്, കൽബിൽ നിന്നെത്തിയ പാട്ട്. അസാധ്യമായിട്ട് പാടി, വളരെ നന്നായിരുന്നു. അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞു ഉടനെ അടുത്ത ദിവസം വരുന്നു എന്നൊക്കെ പറഞ്ഞ് റമി പറഞ്ഞപ്പോ ഞാനും ഇത്തിരി വിഷമിച്ചു. പക്ഷെ ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. യു ഹാവ് സങ് വെരി വെൽ. താങ്ക് യു അമ്പിളി ചേച്ചി. അബൂട്ടി മാഷെ. അനീഷ്, ജംഷീനെ കൊണ്ട് ഇങ്ങോട്ട് വന്നാ പോലെയായിരുന്നു. പട്ടുറുമാലുണ്ടല്ലോ ഇവിടെ ജംഷീനാക്ക് കൊടുക്കാൻ. അതുപോലെ
അപ്പൊ നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഇതേ ഇശൽ ഈ ട്യൂണ് ബാബുക്ക മായാവി എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പല്ലവി മാത്രം അതാ ഒന്ന് വായിക്കുക. റിതം കൂടെ പോകണം. ഫസ്റ്റ് പല്ലവി അനീഷ് പാടും. അതേ ട്യൂണിലുള്ള മായാവിയിലുള്ള ആ 4 വരി ഞാൻ പാടും. ഹക്കാന കോന്നമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തടവാ ആരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ പാറാൽ പൊറുത്ത പിറകേ കണ്ണാരം പൊത്തി പൊത്തി കൈലേസ് കണ്ടിൽ കെട്ടി അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു. ദൂരെ അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു. കണ്ണാരം പൊത്തി പൊത്തി കൈലേസ് കണ്ണിൽ കെട്ടി അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു. ദൂരെ അമ്പിളിയും വെൺമുകിലും കളിയാടുന്നു. അക്കാനക്കോനമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തടവാ ആരെയും എത്തിടുക ഈരാറുമൊത്ത ഷഹർ പാരാൻ പൊറുത്ത പിറകേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. പാട്ടിന്റെ കാര്യത്തിലായാലും ഇതിലെ സാഹിത്യത്തിന്റെ കാര്യത്തിലായാലും വിവാഹം അല്ലേ അതിന്റെ കാര്യത്തിലായാലും കുറച്ചുകൂടി സീനിയർ ആണ് നമ്മുടെ ഹംസക്ക. ഹംസക്ക എന്ത് പറയുന്നു? അനീഷിന്റെ ആദ്യത്തെ പെർഫോമൻസ് ആണ്. ഈ മാപ്പിളപ്പാട്ടിന്റെ മാധുര്യം ഭാസ്കര മാഷ പാട്ടാണ് അബുട്ടി മാഷ് പാടിയത്. അപ്പൊ ഈ ട്യൂണ് ഈ വൃത്തം തെരഞ്ഞെടുത്ത് അതിൽ മായാവിയിൽ അത്ര നല്ലൊരു പാട്ട് അതാണ് മാപ്പിളപ്പാട്ടിന്റെ മാധുര്യം. കായലരികത്തും അങ്ങനെ തന്നെ. അനപോദസദുൽ ഇലാഹരി ഹംസ ചാടിയടുത്തുടൻ ആരടാ സുജഹത്തുരത്തവർ ഹൗദിൽ എന്ന് കുടിപ്പവൻ. അതാണ് കായലരികത്ത് വലയ. ഇങ്ങനെ ഈ മാപ്പിളപ്പാട്ടും നാടൻ പാട്ടും ഒക്കെ ഒന്ന് തന്നെയാണ്. അതങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഈ അതിന്റെ സൗഹൃദം. ഇതും മോയിൻകുട്ടി വൈദ്യർ മഹാകവിയുടെ ബദർ പടപ്പാട്ടിൽ നിന്നുള്ള പാട്ടാണ്. ഇതിന്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ നബിയെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും സ്വന്തം നാടും വീടും വിട്ട് ഓടിപ്പോകാൻ നിർബന്ധിതരാക്കി. പോയപ്പോൾ എല്ലാ സ്വത്തും വകകളും കുടിയും പാടവും അവിടെ വിട്ടേച്ചു പോയി. അതെല്ലാം എതിരാളികൾ കൊള്ളയടിച്ചു. ആ കൊള്ളയ്ക്കുള്ള ഒരു പകരവും കൂടിയാണ് ബദർ യുദ്ധം. അതിന്റെ ഒരു തുടക്കമാണ്. ആ ചരിത്രം വിവരിക്കുകയാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ. ഹക്കാനെ കോൺ അമരാൽ, അക്കാനെ കോൺ അമരാൽ, ദൈവത്തിന്റെ വിധിയാൽ സത്യമാണ്. മക്കാവ് വിട്ട് നബി പക്കാ മദീന രാജ്യത്ത് എത്തിച്ചേർന്നു. അതിന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതാണ് അതിന്റെ തുടക്കം. അപ്പൊ എനിക്ക് അനീസ് ഈ പാട്ട് അർത്ഥത്തോടുകൂടി മൂലഗ്രന്ഥത്തിൽ നോക്കി പഠിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലേ? ഇല്ല, അങ്ങനെ പഠിച്ചിട്ടില്ല. അതും കൂടി പഠിച്ചാൽ എത്ര നന്നാവും. ഒരു പാട്ട് പാടുമ്പോ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് പഠിക്കണം. ചരിത്ര പശ്ചാത്തലവും കൂടി പഠിച്ചാലേ ഉള്ളിൽ നിന്ന് അത് വരുള്ളൂ. അതുകൊണ്ട് പാട്ട് കേട്ടപ്പോ തോന്നി നന്നായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി നന്നായി പാടിയിട്ടുണ്ട്, അസലായിട്ടുണ്ട്. ഇനിയും ശ്രമിക്കുക. മാർക്ക് ചോദിക്കാം അല്ലേ? എന്തായാലും പട്ടുറുമാലിന്റെ ആദ്യത്തെ വേദിയിൽ ഖൽബിൽ നിന്ന് തുറന്നു പാടിയ പാട്ട് ജംഷീനയ്ക്ക് ഖൽബ് നിറയുമോ എന്നറിയാം മാർക്കിന്റെ കാര്യത്തിലും. അമ്പിളി ചേച്ചി എത്ര മാർക്കാണ് ആദ്യത്തെ പെർഫോമൻസ് നൽകുന്നത്? 28 മാർക്കാണ്. 30-ൽ 28 മാർക്ക്. ഫിറോസിക്ക അനീഷിന് 29. 30-ൽ 29 മാർക്ക്. അബൂട്ടി മാഷെ? ഞാന് 27 വിചാരിച്ചിരുന്നത്. ജംഷീനും കൂടി വിചാരിച്ചിട്ട് 28. അപ്പോ ജംഷീനെ വിചാരിച്ചത് കൊണ്ട് അപ്പൊ ഇനിയുള്ള റൗണ്ടിലും അവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരുത്തിക്കോ, അതാണ് നല്ലത്. സോ ഹംസക്ക 10-ൽ എത്ര മാർക്കാണ് നൽകുന്നത്? 8 കൊടുത്താ പോരെ? മതിയോ? 8 മാർക്ക്. അനീഷിന് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്ന ടോട്ടൽ സ്കോർ, ഗ്രാൻഡ് സ്കോർ 100-ൽ 93 മാർക്കാണ്. കൺഗ്രാറ്റുലേഷൻ. നല്ല തുടക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾ പട്ടുറുമാൽ ഇശൽ മർഹബയുടെ ഞങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് മനസ്സ് നിറഞ്ഞ എല്ലാ ആശംസകളും നേരുകയാണ്. വിഷ് വെരി ഹാപ്പി മാരേജ്. ബ്യൂട്ടി മാർക്ക് ഗോൾ പട്ടുറുമാൽ ഇശൽ മർഹബയിൽ അനീഷിന്റെ നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മൾ കേട്ടത്. നല്ല രീതിയിലുള്ള കമന്റ്സും നല്ല മാർക്സും ലഭിച്ചു. ഇനി പട്ടുറുമാലിൽ ചെറിയൊരു ബ്രേക്കിനുള്ള സമയമാണ്. മാപ്പിളപ്പാട്ടെന്നാൽ പട്ടുറുമാൽ തന്നെ. പാട്ടുറുമാൽ